ഇത്രയൊക്കെ പോരെ? ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും, അതായത് എല്ലാ രാജ്യങ്ങളിലും ഒരേപോലെ പാറിക്കളിക്കുന്ന ഒരു പതാകയുണ്ട്. ആ പതാകയുടെ മുകളിൽ കറുപ്പ് നിറമാണെങ്കിൽ നടുവിൽ വെളുപ്പും അതുപോലെ അടിയിൽ ഹരിത നിറവും ഒരു വശത്ത് നിന്ന് മുന്നോട്ട് ഉന്തി നിൽക്കുന്ന ഒരു ചുവപ്പ് നിറവുമാണ്. ഈ ചതുർവർണ്ണ പതാക പാലസ്തീൻ്റേതാണ്. പാലസ്തീൻ എന്ന കൊച്ചു രാജ്യം, തിരസ്കരിക്കപ്പെട്ട രാജ്യം, നിഷ്കാസിതരായ ജനത. എന്നാൽ ഇന്ന് ലോകം മുഴുവൻ ഉള്ള ജനങ്ങൾ അവരെ നെഞ്ചിലേറ്റിയിരിക്കുന്നു. അവരുടെ പതാക പാറിക്കളിക്കുകയാണ്. പാലസ്തീൻ്റെ മുദ്രാവാക്യം, ഫ്രീ പാലസ്തീൻ എന്ന മുദ്രാവാക്യം ലോകത്തിലെങ്ങും മുഴങ്ങുകയാണ്. ഏത് രാജ്യത്തിൻ്റെ ഏത് തലസ്ഥാന നഗരിയിൽ നോക്കിയാലും, യൂറോപ്യൻ രാജ്യങ്ങളുടെ വൻ നഗരങ്ങളിൽ നോക്കിയാലും കാണുന്നത് ഒരു കൊച്ചു അരുവിയായി വന്ന് പുഴയായി മാറി മഹാസമുദ്രമായി തീരുന്ന ജനപ്രവാഹമാണ്. ജനലക്ഷങ്ങളാണ് ഈ പ്രകടനത്തിൽ ഒഴുകുന്നത്. ഈ പ്രകടനങ്ങളിൽ അവർ മുഴക്കിക്കൊണ്ടിരിക്കുന്നത് ഫ്രീ പാലസ്തീൻ എന്ന മുദ്രാവാക്യവും പാലസ്തീൻ്റെ ദേശീയ ഗാനവുമാണ്. പാലസ്തീൻ പതാക ഉയർത്തുന്നു, പാലസ്തീൻ ദേശീയ ഗാനം പാടുന്നു, പാലസ്തീനിലെ ജനങ്ങളെ സ്വതന്ത്രരാക്കൂ എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ആ മുദ്രാവാക്യം ഇന്ന് എത്തിച്ചേരാത്ത ഒരു കർണപടമുണ്ടെങ്കിൽ അത് ഡൊണാൾഡ് ട്രംപിൻ്റേത് മാത്രമാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ ചെവിയിൽ മാത്രമേ ഇത് എത്തിച്ചേരാത്തതുള്ളൂ, അല്ലെങ്കിൽ ഇത് മുഴങ്ങാത്തതുള്ളൂ, അല്ലെങ്കിൽ ഇത് കേൾക്കാത്തതുള്ളൂ. അങ്ങനെ കേട്ടിരുന്നുവെങ്കിൽ ട്രംപ് തന്നെ വിറച്ചു പോകുമായിരുന്നു. പാലസ്തീൻ ദേശീയഗാനം ആലപിക്കുന്നു എന്ന് മാത്രമല്ല, പാലസ്തീൻ കവിതകൾ പാടുകയും ചെയ്യുന്നു. അവിടെയും ഇത് അവസാനിക്കുന്നില്ല. പാലസ്തീനിലെ പിഞ്ചു പൈതങ്ങൾ രക്തസാക്ഷികളാവുന്നു. ഏതാണ്ട് 1,00,000-ത്തിനടുത്തുള്ള ആളുകൾ, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള 1,00,000-ത്തിനടുത്ത ആളുകൾ ഇസ്രായേൽ ഭീകരത മൂലം കൊല്ലപ്പെടുകയുണ്ടായി. ആ ഭീകരത മൂലം കൊല്ലപ്പെട്ട ആളുകൾ മരിച്ചു എന്ന് പറയാൻ കഴിയാത്ത വിധം അവരെല്ലാം തന്നെ ഇന്ന് ലോകത്തുടനീളമുള്ള ജനങ്ങളിലൂടെ പുനർജനിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ മുദ്രാവാക്യങ്ങളിലൂടെ പുനർജനിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രതിഷേധങ്ങളിലൂടെ പുനർജനിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമാണോ? പാലസ്തീനികളുടെ വേഷം, പാലസ്തീനികളുടെ കഫിയ, ഇതൊക്കെ ധരിച്ചുകൊണ്ടാണ് ഈ ലോക ജനത, പ്രത്യേകിച്ച് യൂറോപ്യൻ ജനത പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാലസ്തീനികളുടെ പരമ്പരാഗത വേഷം ധരിക്കാൻ അവർക്കൊക്കെ ഭയങ്കര മാർക്കറ്റാണിപ്പോൾ. അത് ധരിക്കാൻ യൂറോപ്യർ വെമ്പിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ലോക ചരിത്രത്തിൽ എന്നെങ്കിലും ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരു രാജ്യത്തെ ജനങ്ങൾ സർക്കാരുകൾക്കെതിരായോ അഴിമതിക്കെതിരായോ ദുർഭരണത്തിനെതിരായോ ഒക്കെ രംഗത്തിറങ്ങുന്ന കാഴ്ചകൾ നാം ധാരാളം കണ്ടിട്ടുണ്ട്. പക്ഷേ മറ്റൊരു രാജ്യത്തെ ജനങ്ങളുടെ മോചനത്തിന് വേണ്ടി അവരെ ഫ്രീ ആക്കണം, അവരെ സ്വതന്ത്രരാക്കണമെന്ന് ആവശ്യപ്പെട്ട് ലോകത്തെ മുഴുവൻ ജനങ്ങളും രംഗത്തിറങ്ങുന്ന കാഴ്ച ഇതാദ്യമായിട്ടായിരിക്കും. അങ്ങനെ ഒരു ചരിത്രം ലോകത്ത് വേറെ കാണാൻ സാധ്യമല്ല. ഇതുകൊണ്ടും അവസാനിക്കുന്നില്ല. 10 യൂറോപ്യൻ രാജ്യങ്ങൾ കൂടി പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചിരിക്കുകയാണ്. നേരത്തെ അറബ് മുസ്ലിം രാജ്യങ്ങൾക്ക് പുറമെ 25 യൂറോപ്യൻ രാജ്യങ്ങൾ പലസ്തീൻ അംഗീകരിക്കുകയുണ്ടായി. ഇപ്പോൾ ഫ്രാൻസും ബ്രിട്ടനും ബെൽജിയവും ഒക്കെ ഉൾപ്പെടെ 10 രാജ്യങ്ങൾ കൂടി ഈ രാഷ്ട്രത്തിന് അംഗീകാരം കൊടുത്തിരിക്കുകയാണ്. അഥവാ പാലസ്തീൻ എംബസികൾ ഈ രാജ്യങ്ങളിലൊക്കെ തുറക്കും. മറ്റൊരു സവിശേഷമായ സംഗതി, എവിടെയൊക്കെ കളിക്കളങ്ങളുണ്ടോ, എവിടെയൊക്കെ അന്താരാഷ്ട്ര ടൂർണമെൻറ്റുകൾ നടക്കുന്നുവോ, ഫുട്ബോൾ ടൂർണമെൻറ്റൊക്കെ നടക്കുന്ന സമയത്ത് അവിടങ്ങളിൽ ആ ഗ്രൗണ്ടുകളിലും പാറിക്കളിക്കുന്നു. ആ ഗാലറികളിലും കേൾക്കുന്ന ഈ മുദ്രാവാക്യം, ആ ഗ്രൗണ്ടുകളിൽ പാറിക്കളിക്കുന്നു പലസ്തീൻ പതാക, ആ ഗാലറികളിൽ മുഴങ്ങുന്നു പലസ്തീൻ ദേശീയ ഗാനം. എവിടെയൊക്കെ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നു, അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലുകളിൽ അവാർഡുകൾ വാങ്ങി പ്രമുഖ നടന്മാർ കൈ ഉയർത്തി പറയുന്നു ഫ്രീ പാലസ്തീൻ എന്ന്. എവിടെയൊക്കെ ഫാഷൻ ഷോ ഉണ്ടോ അവിടെയും അവർ പാലസ്തീനി വസ്ത്രം ധരിച്ച് കടന്നു വരുന്നു. എവിടെയൊക്കെ യൂണിവേഴ്സിറ്റികളിൽ
ബിരുദദാന ചടങ്ങുകൾ നടക്കുന്നുവോ അവിടെയും ആ ബിരുദദാന ചടങ്ങിനുള്ള വേഷവിധാനത്തോടൊപ്പം തന്നെ പാലസ്തീൻ പതാകയോ പ്ലേക്കാർഡുകളോ ഉയർത്തി അവ ബഹിഷ്കരിക്കുകയാണ് ഫ്രീ പാലസ്തീൻ. അവരും മുഴക്കുന്നു, ആ വിദ്യാർത്ഥികളും മുഴക്കുന്നു ആ മുദ്രാവാക്യം. എന്താണ് നാം ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? പാലസ്തീൻ ജനതയെ ബോംബിട്ട് കൊല്ലാൻ കഴിഞ്ഞേക്കാം, അതിക്രമങ്ങളിലൂടെ കൊല്ലാൻ സാധിച്ചേക്കാം. നേരത്തെ പറഞ്ഞ പോലെ 10,000-കണക്കിന് ആളുകളെ കൊല്ലാൻ സാധിച്ചേക്കാം. കെട്ടിടങ്ങൾ, ആശുപത്രികളെല്ലാം ബോംബിട്ട് തകർക്കാൻ കഴിഞ്ഞേക്കാം. അതുകൊണ്ട് വിജയിച്ചു എന്ന് നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപും കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റിയിരിക്കുന്നു. അതുപോലെ തന്നെ നോബൽ സമ്മാനം തനിക്ക് കിട്ടണം എന്ന് മോഹിച്ച് കാത്തിരിക്കുന്ന ഡൊണാൾഡ് ട്രംപോ, അതല്ലെങ്കിൽ ഞാൻ അതിക്രമങ്ങളും കൊലപാതകങ്ങളും കൂട്ടക്കൊലകളും അവസാനിപ്പിക്കുകയില്ല എന്ന് വാശി പിടിക്കുന്ന നെതന്യാഹു ആവട്ടെ, രണ്ടാൾക്കും കിട്ടുന്നത് ആഗോള ഭീകരപ്പട്ടമാണ്. മാത്രമല്ല പാലസ്തീൻ ജനത ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും പിന്തുണ ആർജിക്കുക വഴി യഥാർത്ഥത്തിൽ പരാജയപ്പെടുകയല്ല, വിജയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം ആഗോള ഭീകരൻ എന്ന മുദ്ര ലഭിച്ചിട്ടുള്ള നെതന്യാഹു ആവട്ടെ, ചരിത്രത്തിലെ ഏറ്റവും വലിയ കൊടിയ ഭീകരൻ, കൊടിയ സിയോണിസ്റ്റ് ഭീകരൻ എന്ന മുദ്ര ലഭിച്ചിട്ടുള്ള നെതന്യാഹു ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് തള്ളപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. 1917 മുതൽ ആരംഭിച്ച ഇസ്രായേൽ രാഷ്ട്ര നിർമ്മാണത്തിനുള്ള പ്രക്രിയയിൽ പല സ്ഥലത്തും പല കെട്ടിടങ്ങൾക്കും ബോംബ് വെച്ച, ലോകത്തിലാദ്യമായി കെട്ടിടങ്ങൾ ബോംബ് വെച്ച് തകർക്കുന്ന ഭീകര പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള അതേ കേസുകളിലെ ഒന്നാം പ്രധാനമന്ത്രിയാക്കിയിട്ടുള്ള ഭീകരതയുടെ സുദീർഘമായ ചരിത്രമാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിന് യഥാർത്ഥത്തിൽ പറയാനുള്ളത്. ഇസ്രായേൽ രാഷ്ട്ര സംസ്ഥാപനത്തിന് വേണ്ടി, അത് ഫലസ്തീൻ്റെ മണ്ണിൽ അവരെ കൊണ്ടുവന്ന് കുടിയിരുത്താൻ വേണ്ടി എല്ലാ ഉപജാപങ്ങളും നീക്കങ്ങളും നടത്തിയ ബ്രിട്ടൻ ഇന്ന് തലതിരിഞ്ഞ് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന ഒരു പരിസ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചരിത്രത്തിൻ്റെ തിരിച്ചുപോക്കും ചരിത്രത്തിൻ്റെ വഴിമാറി നടക്കലും കണക്കിലെടുക്കാതെ ലോകത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യൂ.